തിങ്കളാഴ്ചയാണ് കർണാടക ഹൈക്കോടതി വീണ വിജയൻ്റെ ഹർജി പരിഗണിക്കുന്നത്. രാവിലെ 10:30 ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചായിരിക്കും ഈ ഹർജി പരിഗണിക്കുന്നത്. കേവലം അരമണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ വാർത്തയും പുറത്തു വരും. അന്വേഷണത്തിന് ഉത്തരവിടാൻ ആധാരമായ വിവരങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കണമെന്നും അന്വേഷണത്തിൻ്റെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നുമാണ് വീണ വിജയൻ്റെ ആവശ്യം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കർണാടകയിലെത്തിയിരിക്കുന്നത്. ഹർജി തീർപ്പാക്കുന്നതുവരെ കോർപ്പറേറ്റ് ലോ സർവീസ് ഓഫീസർ എം അരുൺ പ്രസാദിൻ്റെ സംഘം സെർച്ച്, ചോദ്യം ചെയ്യൽ, മറ്റ് നടപടിക്രമങ്ങൾ ഒന്നിലേക്കും കടക്കരുതെന്ന് എക്സാലോജിക്കിനും കമ്പനി ഉടമ വീണ വിജയനും എതിരെ നടത്താൻ പാടില്ല എന്ന നിർദ്ദേശം കോടതി നൽകണമെന്നും ഈ ഹർജിയിലൂടെ ആവശ്യപ്പെടുകയാണ്. അതായത് കോടതിയെ നിർത്തിക്കൊണ്ട് തന്നെ, കോടതിയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസിക്കെതിരെ ഒരു കരുനീക്കം, ഇത് തന്നെയാണ് വീണ വിജയൻ ശ്രമിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ ഏവർക്കും ചോദിക്കാനുള്ളത്. കർണാടക ഹൈക്കോടതിയും ഇത് തന്നെ ചോദിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബന്ധപ്പെട്ട നിയമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ച് വളരെ തിടുക്കത്തിൽ ഒരു അന്വേഷണം നടത്തുകയാണ് SFIO ചെയ്യുന്നതെന്നും വീണ വിജയൻ ആരോപിച്ചിട്ടുണ്ട്. ആദ്യം ഉത്തരവിട്ട വകുപ്പ് തല അന്വേഷണം ഭേദഗതി ചെയ്ത് SFIO അന്വേഷണത്തിൽ ഉത്തരവിട്ടത് തികച്ചും ഏകപക്ഷീയവും സംശയാസ്പദമാണെന്നും ഹർജിയിൽ തന്നെ പറയുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, നേരത്തെ ഉണ്ടായിരുന്ന അന്വേഷണങ്ങളിലൊക്കെ തന്നെ സംശയം ജനിപ്പിക്കുന്നതും ആശങ്കാവഹമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഉള്ളടക്കങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഉന്നതതല ഏജൻസിയായിട്ടുള്ള SFIO തന്നെ കളത്തിലിറങ്ങിയതും. CMRL പരിശോധന നടത്തിയപ്പോഴും KSIDCയിൽ പരിശോധന നടത്തിയപ്പോഴും SFIO ഉദ്യോഗസ്ഥർ രേഖകൾ ആവശ്യപ്പെട്ട് സമൻസ് അയച്ചിരുന്നു. അത് സ്വാഭാവിക നടപടിക്രമം തന്നെയാണ്. അങ്ങനെ ചെയ്തു തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് തന്നെയാണ് അന്വേഷിക്കുന്നത്. KSIDCയിലെ പരിശോധന പൂർത്തിയാക്കിയതിന് പിന്നാലെ എക്സാലോജിക്കിനും സമാനമായ രീതിയിൽ SFIO ഉദ്യോഗസ്ഥർ സമൻസ് അയച്ചു. ആദ്യം CMRLായിരുന്നു, പിന്നീട് KSIDCയിലെത്തി, ഏറ്റവും ഒടുവിൽ എക്സാലോജിക്കിന് സമൻസ് അയച്ചിരിക്കുന്നു. ഇനി പോകാനായിരിക്കുന്നത് വീണ വിജയൻ എവിടെയാണോ അത് ക്ലിഫ് ഹൗസിലായിരിക്കും. അവിടെ എത്തി ചോദ്യം ചെയ്യലും മറ്റ് രേഖകൾ ആവശ്യപ്പെടലും ഒക്കെ തന്നെ ആയിരിക്കും. സമൻസ് കിട്ടിയതിന് പിന്നാലെയാണ് എക്സാലോജിക് കോടതിയിലേക്ക് എത്തിയത്. ഒന്നല്ല 3 കേസാണ് 2 സംസ്ഥാനത്തെ ഹൈക്കോടതികളിൽ ഒരുമിച്ച് നടക്കാനായി പോകുന്നത്. ഒന്നാമത്തേതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ SFIO അന്വേഷണത്തിനെതിരെ എക്സാലോജിക്കിൻ്റെ ഹർജി കർണാടക ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കുന്നത്. ജസ്റ്റിസായ നാഗപ്രസന്നയുടെ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കും. കഴിഞ്ഞ ദിവസമായിരുന്നു എക്സാലോജി കർണാടക ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചത്. അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഉത്തരവിന് ആധാരമായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും ഈ ഹർജിയിലൂടെ പറയുന്നുണ്ട്. ഇത് സ്റ്റേ ചെയ്യണം എന്ന് മാത്രമല്ല, കേസ് റദ്ദാക്കണമെന്ന ആവശ്യം കൂടി കമ്പനി ഉന്നയിച്ചു എന്നതാണ് മറ്റൊരു വിചിത്രമായ സംഭവം. ഇനി രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ, രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ CMRLും എക്സാലോജിക്കുമായിട്ടുള്ള ഇടപാടിൽ SFIO അന്വേഷണം ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പരാതിക്കാരൻ സമർപ്പിച്ചിരിക്കുന്ന ഹർജിയും കേരള ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഇത് കേരളത്തിലാണ്. മൂന്നാമതായി പറയുകയാണെങ്കിൽ, മാസപ്പടി കേസിൽ SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കേരള സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് നൽകിയ അപ്പീൽ ഹർജി തിങ്കളാഴ്ച ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരാൻ സാധ്യതയുണ്ട്. CMRLും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഡയറക്ടറുമായിട്ടുള്ള എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടുകൾ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് KSIDCയിലും എത്തിച്ചേർന്നത്. അതിൽ KSIDC ഇത്രയധികം ഭയപ്പാടുളവാക്കുന്ന രീതിയിൽ പ്രതികരിച്ചതോടെയാണ് കോടതിയും അന്ന് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചത്. SFIO രേഖകൾ ആവശ്യപ്പെട്ടത് തന്നെയാണ് അവരെയും ഭയപ്പെടുത്തിയത്. CMRL കമ്പനിയിൽ KSIDCക്കുള്ളത് ഏകദേശം 14%-നടുത്ത് 13.5% ഓഹരി പങ്കാളിത്തമാണ്. 1 കോടി രൂപയോളം വരുന്ന ഓഹരി പങ്കാളിത്തമാണ് അവർക്കുള്ളത്. അതിൽ പകുതിയിലധികവും അഭിഭാഷകൻ്റെ സിറ്റിങ്ങിന് വേണ്ടി ചിലവാക്കി കഴിഞ്ഞിരിക്കുന്നു. 50 ലക്ഷം രൂപയാണ് ചിലവഴിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഭയപ്പാടുകൾ തന്നെയാണ് ഓരോ ഭാഗത്തായി നമുക്ക് കാണുവാനായി കഴിയുന്നത്.